ഹലോ ഗൈസ്, കംപ്ലീറ്റ്ലി എൻ്റെ മൈൻഡ് ഔട്ട് ആകുമ്പം ആദ്യം ചെല്ലുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഒരുപാട് പേരൊന്നും കൂടെ ഇല്ലെങ്കിലും ഉള്ളവരൊക്കെ അടിപൊളിയാണ്. അല്ല, 2 ദിവസമായി കരഞ്ഞു മൂങ്ങിക്കൊണ്ട് നടക്കുന്ന ഞാനാണോ ഇപ്പോൾ ഇത്രയും ഹാപ്പിയായി നടക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് സംശയമാണ്. വേറൊന്നുമല്ല, ഈ മൂഡ് സ്വിങ്സ് എൻ്റെ കുഞ്ഞമ്മയോ വലിയമ്മയോ അതോ എൻ്റെ കൂടപ്പിറപ്പാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തൊരു ഡേ ആയിരുന്നു. കുറേ ഇങ്ങനെ തെണ്ടി നടക്കുക, കുറച്ച് വിഷമങ്ങൾ അങ്ങോട്ടും കുറച്ച് വിഷമങ്ങൾ ഇങ്ങോട്ടും കേട്ട് താൽക്കാലികമായി ആത്മസംതൃപ്തി അണയുക. വലിയ പ്ലാനിങ് ഇല്ലാത്ത കൊണ്ട് പ്ലാൻ ചെയ്ത് കഷ്ടപ്പെട്ട് അവസാനം ആ പ്ലാൻ ഫ്ലോപ്പായി അങ്ങനെ സ്ഥിരം നടക്കാറുള്ള കലാപരിപാടിയൊന്നും ഇന്നുണ്ടായിരുന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നേ. ബിരിയാണി വേണമെന്നാട്ടോ ഈ അലവലാതി പറഞ്ഞത്. പിള്ളേരെന്തേലും ആഗ്രഹം പറഞ്ഞാൽ ചെയ്തു കൊടുക്കണമല്ലോ. അതുകൊണ്ട് അവളുടെ ചിലവിൽ നമ്മൾ ബിരിയാണി മുണുങ്ങി നേരെ സ്റ്റുഡിയോയിലേക്ക് പോന്നു. പിന്നെ പോകുന്ന വഴി എൻ്റെ കുറച്ച് പ്രഹസനവും. കാര്യം ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാം, ഞാനൊന്ന് ഹാപ്പിയാവും, എൻ്റെ ആ ദിവസം നല്ലതാകും എന്നൊരു തെറ്റായ ചിന്തയാണോ ശരിയായ ചിന്തയാണോ, അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ട്. സത്യത്തിൽ ഞാനിപ്പോൾ എന്നാ പറഞ്ഞതെന്ന് എനിക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ദാ ഈ വ്യൂ നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ സ്റ്റുഡിയോയിൽ വന്ന സ്ഥിതിക്ക് ഓഫീസ് ദീപാവലി ഫംഗ്ഷൻ ഇടാൻ നമുക്കൊരു ഡ്രസ്സ് എടുക്കാം. അത്യാവശ്യം നല്ല കളക്ഷൻസ് അഫോർഡബിൾ റേറ്റിൽ നമുക്കിവിടെ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ബൈ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോന്നു.